ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വായിക്കുന്നത് സമരേഖ എന്ന നോവലിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. സമരേഖ അധ്യായം 3. കുഞ്ഞപ്പൻ ചേട്ടൻ പാലം കയറി അക്കരെ എത്തിയിട്ടും തുളസി അതേപടി നിന്നുപോയി. വല്യച്ഛൻ്റെ മൂത്ത മകള് തനിക്ക് വന്ന ആലോചന അല്ല, തനിക്ക് ഉറപ്പിച്ച വരൻ കല്യാണ മണ്ഡപത്തിൽ നിന്നും എന്നതുപോലെ പിടിച്ചു പറിച്ചിരിക്കുന്നു. തൻ്റെ വിവാഹ നിശ്ചയ ദിവസം ദിവ്യേച്ചി തൻ്റെ കാതിൽ പറഞ്ഞു തോർക്കുന്നു. മിടുക്കനാ തുളസി, നല്ല തലയെടുപ്പും ഒത്ത ശരീരവും. നീ ഭാഗ്യവതിയടി. ആ പറച്ചിൽ നഷ്ടബോധം ഉണ്ടായിരുന്നോ? തനിക്ക് മുമ്പേ ഇളയവളുടെ വിവാഹം നടന്നതിൻ്റെ വീർപ്പുമുട്ടലുണ്ടായിരുന്നില്ലേ? തൻ്റെ അച്ഛൻ വീണ് കിടക്കുമ്പോൾ തനിക്ക് നിശ്ചയിച്ച വരനെ പിടിച്ചെടുത്ത് സ്വന്തം മകൾക്ക് കൊടുക്കുക. വലിയച്ഛൻ ഇത്രയ്ക്കും ക്രൂരനാണോ? കണ്ണുകൾ തുളുമ്പിപ്പോയി തുളസിക്ക്. നടുകടലിൽ പെട്ടുപോയ തോണിക്ക് കിട്ടിയ അമരക്കാരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ തുളസി കണ്ടു. കുണ്ടിലാണ്ട കണ്ണുകളുമായി നനവുമായിട്ടിരിക്കുന്ന വല്യമ്മച്ചി. തുളസിയെ കണ്ടതോടെ ആ വൃദ്ധയ്ക്ക് വിമ്മിപ്പൊട്ടി. അവൾക്ക് മനസ്സിലായി, എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ആ കഴിവറുടെ മോനിങ് വരട്ടെ. എൻ്റെ വയറ്റിൽ പിറന്നുപോയല്ലോ കുരുത്തം കെട്ട സന്തതി. വല്യച്ഛൻ്റെ നേരെയാണ് വല്യമ്മച്ചിയുടെ രോഷം. ഒന്നും വേണ്ട വല്യമ്മച്ചി. വല്യച്ഛനോ ദിവ്യേച്ചിയോ വേണ്ടാന്ന് വെച്ചാലും എൻ്റെ കല്യാണം ഈ അവസരത്തിൽ നടക്കില്ലായിരുന്നു. പൊന്നും പണവും ഇല്ലാതെ പെണ്ണിനെ മാത്രമായിട്ട് ആർക്കാ വേണ്ടത്? തുളസി ഉള്ളിലെ കത്തൽ മറച്ച് പുറമെ ശാന്തത ഭാവിച്ച് പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ തലവർ എങ്ങനെയായിപ്പോയല്ലോ. ഭാർഗവി വല്യമ്മച്ചി തുളസിയുടെ നെറുകയിൽ ഉമ്മ വെച്ചു. വയസ്സായ വല്യമ്മച്ചിയുടെ കണ്ണീര് തുളസിയുടെ നെറുകയിൽ തുള്ളിയുത്തി. അടുത്തു വന്ന് അത്യന്തം വിഷാദത്തോടെ ഇരുന്ന ദീപയെ ഷാജിയം കണ്ടപ്പോൾ തുളസി തൻ്റെ സങ്കടം പൂർണ്ണമായും മറക്കാൻ ശ്രമിച്ചു. എന്നാലും വല്യച്ഛനും വല്യമ്മ ഇങ്ങനെ ചെയ്തല്ലോ ചേച്ചി. ദീപയുടെ മിഴികളിൽ അമർഷം കത്തി, സ്വരത്തിലും. അതൊന്നും ഇനി നമ്മൾ ചിന്തിക്കേണ്ട ദീപേ, തുളസി പറഞ്ഞു. ഒരു കണക്കിനിപ്പോൾ ഈ വിവാഹം നടന്നാലും സന്തോഷിക്കാൻ എനിക്കാവില്ല. അച്ഛനിങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ കല്യാണോ? സാരമില്ല മോളെ, ഭാർഗവി വല്യമ്മച്ചി പറഞ്ഞു. നിനക്കുള്ള ആൾ അവനല്ല. നിനക്കുള്ളവർ ഇനിയും വന്നിട്ടുമില്ല. അങ്ങനെ കരുതിയാൽ മതി. ശരിയാണ്, തനിക്കുള്ള ആളല്ല വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. തുളസി ആശ്വസിച്ചു സ്വയം. അതെ, എനിക്കുള്ള ആൾ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. എവിടെയോ. അതാരായിരിക്കും ഇനി? എന്നായിരിക്കും വരിക? തുളസി ഉള്ളിലേക്ക് കയറി. വല്യമ്മച്ചിയിൽ നിന്നും ഇളയവരിൽ നിന്നും സങ്കടം മറക്കണമല്ലോ. അതിനെന്താ വഴി? രാത്രി ദീപയുടെയും ഷാജിയുടെയും നടുക്കാണ് തുളസി കിടന്നത്. കട്ടിൽ വിലങ്ങനെ, അങ്ങേക്കട്ടിൽ അമ്മച്ചിയും. അമ്മയും അച്ഛനും ഹോസ്പിറ്റലായതോടെ എല്ലാവരും കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഉറങ്ങാനായില്ല തുളസിക്ക്. വല്യമ്മച്ചിയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച സങ്കടം അണപൊട്ടി ഒഴുകി. അവൾ എഴുന്നേറ്റു, മുറ്റത്തേക്കിറങ്ങി. ചെറിയ നിലാവുണ്ട്, അതുകൊണ്ട് ആറ്റുതീരത്തേക്ക് നടന്നു. തൻ്റെ കരച്ചിൽ പുഴ ഏറ്റുവാങ്ങിക്കൊള്ളും. പുഴയ്ക്കക്കരെ ചെല്ലപ്പഞ്ചേട്ടൻ്റെ വീട് നിഴൽ പോലെ കാണാം. തെങ്ങിയെത്തായിരുന്നു ചെല്ലപ്പഞ്ചേട്ടൻ്റെ ജോലി. 4 വർഷമായി മരിച്ചിട്ട്. പെട്ടെന്ന് കൺമുൻപിൽ തെളിഞ്ഞത് അപ്പുവിൻ്റെ മുഖമാണ്. ചെല്ലപ്പഞ്ചേട്ടൻ്റെ മകനാണ് അപ്പു. അക്കരെയും ഇക്കരെയുമാണ് വീടെങ്കിലും പണ്ട് കൊച്ചുവെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്തിരുന്നു. ചെറുപ്പത്തിൽ അന്ന് പാലം ഉണ്ടായിരുന്നില്ല. പുഴയിലൂടെ അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒരുമിച്ച് നീന്തിയിട്ടുണ്ട്. വളർന്നപ്പോൾ ഒക്കെ വളർന്നു, എല്ലാം മറന്നു, അകന്നു. വളർച്ചയ്ക്ക് നടുവിൽ ഒരു കന്മതിലുകളായി. അപ്പോൾ ഡ്രോയിങ് മാഷാണിപ്പോൾ തൃശ്ശൂരിൽ. വരും ഇടയ്ക്കിടയ്ക്ക്. അക്കരെ നിൽക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ തൻ്റെ ജാതിയായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും മോഹിച്ചിട്ടുണ്ട്. തമ്മിൽ ഒരുപാട് അടുത്തറിഞ്ഞപ്പോൾ ആ ഹൃദയത്തിൻ്റെ നന്മ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. താൻ മുമ്പോട്ട് നീങ്ങിയാൽ തീർച്ചയായും അപ്പോൾ 2 കൈ നീട്ടി. അറിയാം, ഒരിക്കലും അതുകൊണ്ട് തന്നെ മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു വിവാഹത്തിലും ജീവിതത്തിലും താല്പര്യം തോന്നിയിട്ടുമില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഇന്നലെ കണ്ട സ്വപ്നങ്ങൾക്ക് ഇന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കും തമ്മിൽ എന്തൊരന്തരം, എന്തൊരു നിറവ്യത്യാസം. അപ്പുവിൻ്റെ അപേക്ഷ നിറഞ്ഞ നോട്ടം ഒരിക്കലും കണ്ടില്ലെന്ന് നടിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് എത്ര പെട്ടെന്നാണ് മോഹനൻ കടന്നു വന്നത്. എന്നിട്ടോ അത് പോയില്ലേ? എന്ത് പാവാണ് താൻ ചെയ്തത്. പണിയുന്നതിനിടയിൽ ഇന്നോളം ഉളിമുന കൊണ്ടൊരു പോറൽ പോലും ഏറ്റിട്ടില്ല അച്ഛന്. പണിത്തടിമേൽ അച്ഛൻ്റെ ചോര ചിന്തിയിട്ടുമില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയാണ് അച്ഛന്. എന്നിട്ടും അത് സംഭവിച്ചു. തൻ്റെ ദൗർഭാഗ്യം തന്നെ. തൻ്റെ ഭാഗ്യയുടെ അച്ഛനെ തള്ളിയിട്ടു. പാവ അച്ഛൻ, ഈ വീടിൻ്റെ നെടുന്തൂണ്.
അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട് നിലംപൊത്തുകയുള്ളൂ. മറ്റു വഴികളൊന്നുമില്ല. സഹായത്തിന് ആരുമില്ല. ആകെ സഹായിക്കാൻ കടമയുള്ള ഏക കൂടപ്പിറപ്പാണ് വല്യച്ഛൻ. ആ വല്യച്ഛൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇതിലപ്പുറം ഇനി എന്ത് ദ്രോഹമാണ് വല്യച്ഛൻ തങ്ങൾക്കായിട്ട് ചെയ്യുക? ഇനി മുമ്പോട്ടുള്ള കാര്യം പറയാനുണ്ടോ? തുളസിയുടെ കണ്ണീര് പുഴവെള്ളത്തിൽ തുള്ളി കുത്തി. ആരോ തോണിയിൽ പോകുന്നുണ്ട്. തുഴവെള്ളത്തിൽ വീഴുന്നതും തോണി വക്കിൽ മുട്ടുന്നതുമായ ശബ്ദം തുളസി കേട്ടു. സ്വന്തം ഹൃദയമിടിപ്പിൻ്റെ പ്രതിഫലനം പോലെ. പിറ്റേ ദിവസം ചോറുമായിട്ട് തുളസി ഹോസ്പിറ്റലിലെത്തി. അമ്മയോട് അവൾ കല്യാണം മാറിപ്പോയ എന്ന് പറഞ്ഞില്ല. അത് നടക്കുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും പാവത്തിന് ഉണ്ടായിക്കോട്ടെ. ഡോക്ടർ എന്താ പറഞ്ഞമ്മേ? എന്തു പറയാനാ പെണ്ണേ? സങ്കടവും അത്യന്തം നിരാശയും അമ്മാളുവിനെ ഗ്രസിച്ചിരുന്നു. ബോധം വീഴാണ്ട് ഒന്നു പറയാനും ചെയ്യാനും പറ്റത്തില്ലെന്നാ അവർ പറയുന്നത്. അവരൊക്കെ പഠിച്ച പണി 18 നോക്കുന്നുണ്ടേ. ഇതാ ഇന്നും എഴുതി തന്നിട്ടുണ്ട് വേറെ മരുന്നിന്. അമ്മാളുവിനെ കണ്ണു നിറഞ്ഞുപോയി. എന്നതാ ഇനിയുള്ള വഴി? തുളസി തൻ്റെ കഴുത്തിൽ കിടന്ന മാലയിലേക്ക് നോക്കി. അമ്മാളും അത് ശ്രദ്ധിച്ചു. അവരതെൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന താലിമാല അഴിച്ചെടുത്തു. നിൻ്റെ കഴുത്തിലത് കിടന്നോട്ടെ, ഊരണ്ട. ഇതാകുമ്പോൾ കുഴപ്പമില്ല മോളെ. ഹോസ്പിറ്റലിൽ നിൽക്കാൻ മാലയില്ലെങ്കിലും സാരമില്ല. അല്ലെങ്കിലും ഇവിടെ എപ്പോഴും കള്ളന്മാരാ. മാല കയ്യിൽ വാങ്ങിക്കൊണ്ട് തുളസി അമ്മയുടെ കഴുത്തിലേക്ക് നോക്കി. അമ്മയുടെ കഴുത്തിങ്ങനെ ഒഴിവായിട്ട് കണ്ടിട്ടേ ഇല്ല ഒരിക്കലും. കറുത്ത ചരടിൻ്റെ അറ്റത്ത് മിന്നുകെട്ടി നടക്കുന്ന ആശാരിപ്പെണ്ണുങ്ങൾ കാണുമെന്ന് കണ്ടോ? പക്ഷേ എൻ്റെ പെണ്ണുപിള്ള അങ്ങനെ നടക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അച്ഛൻ അമ്മയുടെ കഴുത്തിൽ നിന്നും അത് അഴിച്ചു വാങ്ങിയിട്ടേ ഇല്ല ഒരാവശ്യത്തിനും. ഇപ്പോഴത്തെ ആ അച്ഛൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ അമ്മ തന്നെ അത് അഴിച്ചു വച്ചിരിക്കുന്നു. തുളസി ആ മാല പണയം വെച്ചു. വില കുറഞ്ഞതിനാൽ സ്വർണം പണയം വെച്ചാൽ ഇപ്പോൾ വളരെ കുറച്ച് പണമേ കിട്ടൂ. വീട്ടു ചെലവിന് മരുന്നും ഹോസ്പിറ്റൽ ചെലവും 5-ാം ദിവസം തുളസിയുടെ കഴുത്തിൽ നിന്നും മാല അഴിക്കേണ്ടതായിട്ട് വന്നു. അത് തീർന്നപ്പോൾ തുളസി അമ്പരന്നു. ഇനി കടം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ശിവാനന്ദനോടും ശശിയോടുമായുള്ളൂ. പക്ഷേ വാസുവാശാരി കിടപ്പിലായതോടെ ശിവാനന്ദൻ്റെ പണിയും മുട്ടി. ഇനിയൊരു പ്രമാണിയോ പണിസ്ഥലമോ കണ്ടെത്തണം. ശശി കുറച്ച് ദിവസം മെനക്കെട്ടു. പിന്നെ മറ്റൊരാളുടെ കൂടെ പോകാൻ തുടങ്ങി. മെനക്കേടായാൽ എല്ലാ കാര്യവും കുഴയും. എത്ര ദിവസം പണി ചെയ്താലും ഒരു ദിവസം പണി ചെയ്തില്ലെങ്കിൽ ആശാരിയുടെ കീശയിലൊന്നും ഉണ്ടാവില്ല. അതാണ് ജീവിത രീതി. പിന്നത്തേക്കുള്ള കരുതലില്ല. അടുപ്പ് പുകയണമെങ്കിൽ പോയേ തീരൂ. അതുകൊണ്ട് ശശി പോയി. ശിവാനന്ദനും രാജനും എങ്ങും പോയില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടും പണം? തുളസി വിഷമിച്ചു. ഞാൻ ആ സുഖസാറിനെ കണ്ടെന്ന് ചോദിക്കട്ടെ. അവിടെ വെച്ചാണല്ലോ വാസോട്ടം വീണത്. 500 രൂപ അങ്ങേര് തന്നത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കടമയായിട്ടെങ്കിലും കുറച്ച് രൂപ തരുമെന്ന് നോക്കാം. പണി ഇനിയും കിടക്കുമല്ലേ, പിന്നെ പണിത് വീട്ടിയാൽ പോരെ. തുളസിക്ക് അത് ശരിയാണെന്ന് തോന്നി. കടമായിട്ട് കിട്ടിയാൽ മതി. അച്ഛൻ സുഖമായിട്ട് വന്നാൽ പണി ചെയ്ത് വീട്ടിക്കൊള്ളും. ഉളിമുനയിലെ മാന്ത്രിക വിദ്യ അറിയുന്ന ആളാണ് അച്ഛൻ. വാസുവാശാരിന്ന് കൂട്ടിച്ചേർത്ത് ആരും അച്ഛനെ വിളിക്കും. എന്നാൽ ശിവാനന്ദൻ തിരിച്ചു വന്നത് അമർഷത്തോടെയാണ്. നന്ദിയില്ലാത്ത ചെറ്റ. പണി ഇത്രയും ആക്കിയവനാണ് വാസുട്ടൻ. അയാളുടെ പുത്തൻപുരയിലത്തെ കഥക് പറയലൊക്കെ ചോര വീണത്രേ. എന്നാച്ചാൽ വാസുട്ടൻ മനഃപൂർവ്വം ചോര വീഴ്ചതുപോലെയാണ്. അയാൾക്ക് ധൃതിയുണ്ടത്രേ. വേറെ ആളെ വിളിച്ച് പണി തീർക്കുമെന്ന് ഞാൻ ചെല്ലുമ്പോൾ തുളസി നടുങ്ങിപ്പോയി. എന്തൊരു ചതിയാണിത്? അയാളെ എന്താ പറയുന്നത്? ശിവാനന്ദൻ്റെ ഭാര്യ മോഹിനി ചോദിച്ചു. മുക്കാലാക്കിയ പണി ഏറ്റെടുക്കാനൊക്കെയാണ് കുറേ ചെറ്റകൾ. ആശാരിക്ക് ആശാരി തന്നെയാണ് മുഴുത്തപ്പാര. ചുമ്മാതല്ല ഒറ്റ ഒരുത്തിനും ഗതി പിടിക്കാത്തത്. ഇങ്ങനെ അസൂയയും കുശുമ്പും കുതികാലുവെട്ടുമുള്ള ഒരു വർഗം. മോഹിനി വർഗത്തെ അടച്ചു ശപിച്ചു. കണ്ടില്ലേ, അനിയൻ്റെ പെങ്കൊച്ചിനെ ഉറപ്പിച്ച ചെറുക്കനെ തക്കം പിടിച്ചെടുത്ത് ചേട്ടൻ അയാളുടെ മോക്ക് കൊടുത്തത്. കരയിലെങ്ങും വേറെ ആശാരിച്ചക്കാൻ ഇല്ലാത്തതുപോലെ. തന്തയില്ലാത്തവരല്ലേ ഇത്? എങ്ങനെ ഉടമ്പടിക്കുമെന്ന് പറ. മോഹിനി ചീറുകയാണ്. തുളസി പോന്നു. കേൾക്കണ്ട ഇനിയൊന്നും. മുമ്പോട്ട് നോക്കിയപ്പോൾ തികഞ്ഞ അന്ധകാരമായിരുന്നു. എങ്ങും തുളസി പതറിപ്പോവുകയാണ്. എന്തു ചെയ്യും ഇനി? അതവൾക്ക് അറിയാത്തതായിട്ട് അവൾ വീട്ടിലെത്തുമ്പോൾ സരസു അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നു. വലിയമ്മച്ചിയുടെ അരികിലിരിക്കുന്നു. വലിയമ്മച്ചിയുടെ മുമ്പിൽ മുറുകാനും ചായക്കട പലഹാരമൊക്കെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്. നാത്തൂനെ കണ്ടു. എത്ര ക്ഷീണിച്ചു പോയി. എങ്ങനെ കഴിഞ്ഞതാ? സരസു സങ്കടപ്പെട്ടു. വാസുചായൻ്റെ കിടപ്പ് സഹിക്കത്തില്ല. എങ്ങനെ എത്ര നാൾ? എൻ്റെ ഈശ്വര, ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതിയായിരുന്നു. തുളസി അടുക്കളയിലേക്ക് കയറി സരസുവിന് വേണ്ടി കാപ്പി ഉണ്ടാക്കാൻ.
അതെന്താ ദിവ്യയുടെ കല്യാണത്തിന് വരാഞ്ഞത്? സുരസ് ചോദിച്ചു. ഞാൻ വരാൻ പോവാണ്. മനസ്സിലായിരുന്നു എനിക്ക്. എൻ്റെ വയറ്റിൽ തന്നെ പിറന്നു പോയല്ലോ ആടെ ആശുമോൻ. ഒരു പെണ്ണിനെ പറഞ്ഞ് ഉറപ്പിച്ച ചെറുക്കനെ കിട്ടിയുള്ളൂ അവൻ്റെ മകൾക്ക്. അതോ അനിയൻ്റെ മകളുടെ കണ്ണീര് കണ്ടേച്ച് ഗുണം പിടിക്കില്ലടി അവൻ. വല്യമ്മച്ചി സങ്കടം കൊണ്ട് പ്രാകി. അമ്മ പ്രാകാതെ, സരസു പറഞ്ഞു. നീയൊക്കെ പോയി അല്ലേടി, പിന്നെ പോകാതെ. എനിക്ക് വാസുച്ചായനും ദാമുച്ചായനും ഒരുപോലെ, തുളസിയും ദിവ്യയും ഒരുപോലെ. ഞാൻ എങ്ങനെ പോകാതിരിക്കുന്നത്? നീ പോയല്ലോ, ഉണ്ടില്ലേ? അത് മതി. വല്യമ്മച്ചിക്ക് ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോഴാണ് പ്രകാശം വന്നത്. നീ എന്നാടാ വീട്ടിലോട്ട് വരാത്തത്? സരസു മകനോട് ദേഷ്യപ്പെട്ടു. അമ്മാവ് ഹോസ്പിറ്റലല്ലേ, ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്ന 2 ദിവസമായിട്ട് ഞാൻ പണിക്ക് പോവുക. രാഘവൻ ചേട്ടൻ്റെ കൂടെ, പ്രകാശം പറഞ്ഞു. പിന്നെ എങ്ങനെ വീട്ടിലോട്ട് വരുന്നത്? നീ രാഘവൻ ചേട്ടൻ്റെ കൂടെയാണോ പോകുന്നത്? സരസുവിന് സന്തോഷമായി. ഒരു തച്ച് തേച്ച് തരുവോടാ രാഘവൻ ചേട്ടൻ? വാസു ഒരു തച്ച് തേച്ച് കൊടുത്തിരുന്നതാ. ഇവൻ്റെ പണി കണ്ടിട്ടല്ല, വല്യമ്മച്ചി പറഞ്ഞു. നിന്നെ ഓർത്തിട്ടാ. അതിപ്പോൾ വെറുതേക്കാർക്ക് തോന്നൂടി. എത്ര രൂപ തന്നടാ? പ്രകാശൻ നിരാശനായി പറഞ്ഞു. പണി പഠിക്കല്ലേ എന്ന് പറഞ്ഞ് 100 രൂപ തന്നു. എനിക്കിപ്പോൾ പണി നന്നായിട്ടറിയാം. പിള്ളേരെ ഇട്ട് പണിയിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് അരത്തച്ച് കൊടുക്കുന്നു, പറ്റിക്കുന്ന എംബോക്കി. എന്നിട്ട് മണിമാളുകൾ ഉണ്ടാക്കുന്നു. ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്. സരസുവിന് വീറായി. എൻ്റെ കുഞ്ഞിനായിട്ട് പണിയിച്ചിട്ട് അരത്തച്ചും കൊടുത്തേക്കുന്നുവെന്ന്. സരസു മകൻ്റെ നേരെ കൈനീട്ടി. എന്തിയടാ കാശ്? എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങതാ. പ്രകാശനൊന്ന് മടിച്ചു. ഇവിടുത്തെ വിഷമം കണ്ടിട്ടാണ് പ്രകാശം മറ്റൊരു പണിസ്ഥലം തപ്പിയിറങ്ങിയത്. കിട്ടുന്നത് ഒരു സഹായമാകട്ടെ എന്ന്. അരത്തച്ചായാലെന്താ, തൽക്കാലം ആവശ്യം തന്നെയല്ലേ ഇവിടെ. പക്ഷേ അമ്മ ഇങ്ങനെ മുന്നിൽ തന്നെ വന്നു വിടുമ്പോൾ ഓർത്തതേയില്ല. സരസ്വ ആ രൂപം മകനോട് മേടിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് തൻ്റെ പേഴ്സണലിൽ തിരികെ. പ്രകാശിൻ്റെ മുഖം മങ്ങി. നാളെ നീ പണിക്ക് പോകണ്ടോടാ? സരസ്വ ചോദിച്ചു. അയാളുടെ അടുത്ത് ശ്രദ്ധിച്ചു നിന്ന് ഒക്കെ പറിച്ചെടുത്തു. അയാളും പ്രമാണി തന്നെ. പ്രകാശം മിണ്ടിയില്ല. വൈകുന്നേരം തൃക്കേലയിലെത്തിണം, വീട്ടിൽ ചെല്ലാൻ. പ്രകാശൻ അമ്മയെ നോക്കി ഇഷ്ടക്കേടോടെ. ഇവിടെ ആരുമില്ലല്ലോ അമ്മേ, പ്രകാശം പറഞ്ഞു. അതാ ഞാൻ ഇവിടെ നിന്നത്. അതൊന്നും വേണ്ട. വാസുച്ചായനും നാത്തൂനും ഇവിടെ ഇല്ല. പ്രായമായ പെമ്പിള്ളേരുള്ള വീടേത്. കെട്ടിച്ചു വിടേണ്ടവരാ. നീ ഇവിടെ അന്തി ഉറങ്ങിയാൽ അത് ശരിയാകത്തില്ല. നാട്ടുകാർ അതും പറയും. അതിനിടയാക്കണ്ട. പണിയും കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിലെത്തിക്കണം. പ്രകാശിന് അനുസരിക്കാനേ കഴിയൂ. അവന് സരസുവിനെ പേടിയാണ്. തുളസിക്ക് മനസ്സിലായി. നാട്ടുകാർ പറയുമെന്നതല്ല സരസു അപ്പച്ചിയുടെ പ്രശ്നം. പ്രകാശം പണം ഇവിടെ തന്നുപോയാലോ എന്നതാണ്. പണി പഠിക്കാൻ കൊണ്ടുവന്നാക്കിയ അന്ന് മുതൽ അച്ഛൻ പ്രകാശിന് പണം കൊടുക്കുന്നുണ്ട്. അതും ആദ്യമൊക്കെ അരത്തച്ച് തികച്ച് തന്നെ. മിടുക്കനാ, പണി പഠിക്കണമെന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ രക്ഷപ്പെടും. അതാ ഞാനവന് കാശ് കൊടുക്കുന്നത്. മുഴുത്തച്ച് മേടിക്കാൻ അവനെ ഉത്സാഹിക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുഴുത്തച്ച് തന്നെ അച്ഛൻ കൊടുത്തു. രാഘവേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോഴോ അരത്തച്ച് തന്നെ. ബാക്കി പണം അയാളെടുക്കും. അയാൾ പണക്കാരനാകുന്ന അങ്ങനെയാണ്. സരസു അപ്പച്ചി പ്രകാശിന് താക്കീത് നൽകിയിട്ടാണ് പോയത്. പിറ്റേന്ന് മുതൽ പ്രകാശൻ തൃക്കയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് പോയി. അതോടെ തീർത്തും അനാഥത്വം തോന്നി തുളസിക്ക്. പ്രകാശനൊരു തുണയായിരുന്നു, ധൈര്യമായിരുന്നു, ഒരു കൂട്ടുണ്ടല്ലോ എന്ന സമാധാനം. ഇനിയിപ്പോൾ അതുമില്ല, ആരുമില്ല. എത്ര പെട്ടെന്നാണ് എത്രയും ശോച്യമായ ഒരവസ്ഥയിലേക്ക് തങ്ങൾ ഒന്നാകെ എടുത്തെറിയപ്പെട്ടത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദീപ പറഞ്ഞു, ഞാനിനി കോളേജിൽ പോകുന്നില്ല ചേച്ചി, പഠിത്തം നിർത്തിയേക്കാം. തുളസി അനിയത്തിയെ അന്താളിപ്പോടെ നോക്കി. മുന്നോട്ട് ഇനി പഠിക്കാൻ പറ്റുമോ ചേച്ചി? അച്ഛൻ അഥവാ എണീറ്റാലും നട്ടലിന് തകരാറുള്ളതുകൊണ്ട് ഇനി പണിക്ക് പോകാൻ പറ്റുമോ? ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായ ഒരു വലിയ ചോദ്യമായി തുളസിക്ക് മുമ്പിൽ ദീപ നിന്നു. വണ്ടിക്കൂലി തന്നെ ഇപ്പോൾ വിഷമിക്കുക. ഞാൻ കൈനീട്ടിയ ചേച്ചി എവിടെ നിന്ന് തരാനാ? തുളസിക്ക് കരയണമെന്ന് തോന്നി. കുറച്ച് കണ്ണീരൊഴുക്കിയ ഒരാശ്വാസം കിട്ടും. അതിനാണ് അവൾ തെക്ക് വശത്തേക്ക് ചാർത്തിലേക്ക് ചെന്നത്. പലക ചുറ്റിലും വെച്ചടിച്ച തായ്പുറയിൽ നിന്നും ഓർഡറിറക്കിയ ഒരു ചാർത്താണത്. അത്യാവശ്യം പറഞ്ഞ് ചില ഓർഡർ കൊടുക്കുന്ന ഫർണിച്ചറുകളും. ആശാരി വാസു സമയം കണ്ട് ഉണ്ടാക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അവൾ കണ്ടു. ഉളി തേച്ച് മൂർച്ച വരുത്തുന്ന തേപ്പ് തടിയും ഒരു കഷ്ണം തടി വിലങ്ങനെ ഇട്ട് വെച്ച് ആണിയടിച്ചുണ്ടാക്കിയ പണിത്തടിയും നിശബ്ദമായിട്ട് കിടക്കുന്നു, പൊടിയടിച്ചിരിക്കുന്നു. രാത്രികളിലും ഞായറാഴ്ചകളിലുമൊക്കെ ആ ചാർത്തിൽ കൊട്ടുവടിയുടെ മുട്ടുകൾക്കായിരുന്നു. എന്നും ഇനി അവിടെ ആ മുട്ട് എന്ന് കേൾക്കാനാണ്?
രണ്ടിലും ചതുരത്തിൽ കുറേ തടികൾ കിടക്കുന്നുണ്ട്, കുറച്ച് പലകയും. ഒന്നാംകര കവലയിലെ ചായക്കടക്കാരൻ കുമാരൻ 2 സ്റ്റൂളിന് ഓർഡർ കൊടുത്തതാണ്. ഒന്ന് പണിയാനുള്ള ചട്ടവും കാലും പലകയുമാണ്. ചായക്കടയിൽ തിരക്ക് കൂടുമ്പോൾ ആളുകൾക്കിരിക്കാനുള്ള ഇരിപ്പിടം തികയുന്നില്ല. കുമാരൻ അത്യാവശ്യമായിട്ട് ഉടനെ പണി തീർത്ത് കൊടുത്താലും അപ്പം കാശ. തടി വെള്ളത്തിൽ കൊണ്ടുവന്നിറക്കി മുറ്റത്ത് കയറ്റുമ്പോൾ അച്ഛൻ പറഞ്ഞത് തുളസി ഓർത്തു. ശരിയാണ് അച്ഛൻ പറഞ്ഞത്. ഇത് തീർത്തു കൊടുത്താൽ അപ്പോൾ തന്നെ പണം കിട്ടും. പക്ഷെ തീർത്തു കൊടുക്കാൻ ആരുണ്ട്? പ്രകാശനം പോയല്ലോ. താനൊരാണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് തുളസി വേദനയോടെ ഓർത്തു. പ്രകാശനെ പോലെ പണി പഠിച്ചപ്പോൾ കാശുണ്ടാക്കി അച്ഛനെയും ഇളയവരെയും സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ പെണ്ണായിട്ട് പിറന്നു പോയില്ലേ? തുളസി കണ്ടു. സഞ്ചിയിലെ ഉളിയും മറ്റും ഇരിക്കുന്നു. പണിസ്ഥലത്ത് നിന്നും അച്ഛൻ്റെ പണിയായുധങ്ങൾ സഞ്ചിയിലാക്കി ശിവാനന്ദൻ ചേട്ടനാണ് ഈ ചാർത്തിൽ കൊണ്ടുവന്ന് ആ ഭിത്തിയിൽ ചേർത്ത് വെച്ചത്. അതിവിടെ അനങ്ങാതിരിക്കുന്നു, പൊടി പിടിച്ചിട്ട്. തുളസി ആ ഉളിസഞ്ചിരിക്കരികിലിരുന്നു. മുഴക്കോലെടുത്തു. ഉളിയും കൊട്ടുപടിയും ചീന്തേരും എടുത്തു. അച്ഛൻ്റെ ആയുധങ്ങൾ, തങ്ങളെ ഇത്രയും വളർത്താനും പഠിപ്പിക്കാനും അച്ഛനെ തുണച്ച ആയുധങ്ങൾ. തുളസി എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ അച്ഛൻ്റെ പണിത്തടി നീക്കിയിട്ടു. അതിൽ ഇടതുകാല് കുത്തി വലതുകാല് തെല്ല് പുറകോട്ട് മടക്കി കുന്തക്കാലിലിരുന്നു. ചാർത്തിൽ കിടന്നിരുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് അച്ഛൻ്റെ പണിത്തടിയുമേ വെച്ച് അച്ഛനെ മനസ്സിലോർത്തു. തോതു വെച്ച് വരച്ചു. അച്ഛൻ പിടിക്കാറുള്ളതുപോലെ ഉളി പിടിച്ചു. കൊട്ടുപടിക്ക് മുട്ടി. മുറുക്കാൻ വേണ്ടി വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് മടക്കുകയായിരുന്നു ഭാർഗവി വല്യമ്മച്ചി. രാവിലെ ആറ്റുകടവിൽ കുളി കഴിഞ്ഞു വന്ന് നനഞ്ഞ ഡ്രസ്സ് മാറ്റി ഉണങ്ങിയത് ധരിക്കുകയാണ് ദീപ. ഇരുവരും കേട്ടു ആ കൊട്ടുപടിയുടെ താളാത്മികമായ മുട്ട്. ചാർത്തിൽ നിന്നല്ലേ അത്? മറ്റാരും കടക്കില്ലാത്ത വാസുവാശാരിയുടെ പണിസ്ഥലം. അവിടെ വാസുവാശാരി അല്ലാതെ ആര് കെട്ടുപടിക്ക് മുട്ടാൻ? ഇരുവരും ധൃതിയിൽ തെക്ക് വശത്തേക്ക് ചെന്നു. ഇരുവരും അമ്പരപ്പോടെ കണ്ടു. വാസുവാശാരിയുടെ സ്ഥാനത്തിരുന്ന് തുളസി പണിയുന്നു. അവളുടെ മുമ്പിൽ ഒരു സ്റ്റൂളിനുള്ള ഉരുപ്പടികളും മുറിച്ചിട്ട ചട്ടം അവളെ ചീന്തേരിടുന്നു. വരച്ച് പൊരുളിക്കൊണ്ട് പൊഴികൾ അടിങ്ങുന്നു, അടിച്ചു കൂട്ടുന്നു. ഭാർഗവി വല്യമ്മച്ചി കണ്ണുമിഴിച്ചുപോയി. അവർ തലയിൽ കൈവച്ചു. അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ദീപയും. അധ്യായം 5. വാസുവാശാരിക്ക് എന്നും ആ ചാർത്തിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടായിരുന്നു. ഒരു തൂമ്പയുറപ്പിക്കൽ, ഒരു കട്ടിലോ സ്റ്റൂളോ ബെഞ്ചോ ഒക്കെ, അങ്ങനെ പലതും. സാധാരണ രീതിയിലുള്ള അടച്ചുകൂട്ടൽ പണി മുതൽ ഒന്നാം തരമായ കൊത്തുപണികൾ ചെയ്യാനുള്ള ഉരുപ്പടികൾ വരെ അതിനുള്ളിൽ തീരാറായിട്ടുണ്ട്. തുളസി കുഞ്ഞായിരിക്കുമ്പോൾ വാസുവാശാരി ചാർത്തിൽ മുട്ടാൻ തുടങ്ങുമ്പോഴൊക്കെ അവളും കൂടെ കയറും. മറ്റു കളിക്കൂട്ടുകാർ ആരുമില്ലാത്തതിനാലാവാം അച്ഛൻ പണിയുന്നത് നോക്കി ഒരിടത്ത് അവൾ ഇരിക്കും. 2-3 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾക്ക് അച്ഛൻ്റെ ഒപ്പം പണിയണമെന്നായി. വാശിമൂത്ത് കരച്ചിലായപ്പോൾ ആശാരി അവൾക്ക് തടി കൊണ്ടൊരു ഉളിയുണ്ടാക്കി കൊടുത്തു. ഒരു ചെറിയ കെട്ടുവടിയും. അച്ഛനെ അനുകരിക്കാനും കൊട്ടുവടിക്ക് ഉളിപ്പടിയിൽ മുട്ടാനും മുഴക്കോല് വെച്ച് വരക്കാനും തുളസി ശ്രമിച്ചു. പിന്നെ നല്ല കൊച്ചുളി കൊണ്ട് 6-7 വയസ്സായപ്പോൾ ചെറിയ ചട്ടം മുറിച്ച് പലകയിൽ ആണിയടിച്ച് കൂട്ടിയിരിക്കാൻ പലകയും ചെറിയ സ്റ്റൂളും ഉണ്ടാക്കി മിനുസമില്ലെങ്കിലും വാസുവാശാരി മകളെ പ്രകീർത്തിച്ചു. 10 വയസ്സായപ്പോൾ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് മത്സരത്തിൽ കാർപ്പൻട്രി വിഭാഗത്തിൽ ഒരു സ്റ്റൂളുണ്ടാക്കി കൊടുത്ത് തുളസി ഫസ്റ്റ് പ്രൈസ് വാങ്ങി. അച്ഛൻ്റെ മോളും എടുക്കുകയാണല്ലോ. വാസുവാശാരി മകളെ പ്രശംസിച്ചു. എന്തോന്ന് ഗുണം? അമ്മാളും വന്ന് അച്ഛനെയും മകളെയും കളിയാക്കി. സ്കൂളിൽ നിന്ന് ഒരു കപ്പും സർട്ടിഫിക്കറ്റും കിട്ടിയ ഭാവിയിൽ എന്തോന്ന് ഗുണം? വല്ല ആൺകൊച്ചുങ്ങളും ആയിരുന്നേൽ തച്ചുകാശ് ഒപ്പിച്ച റേഷൻ മേടിക്കായിരുന്നു. ഇതിപ്പോൾ എന്താ? കിട്ടിയ സമ്മാനം അലമാരപ്പുറത്ത് വെക്കാനല്ലാണ്ടെന്താ? അത് കേട്ടെന്ന് വാസുവാശാരി ഉറക്കെ ചിരിച്ചു. അവളെ തച്ചുകാശ് ഒപ്പിക്കാനും റേഷൻ മേടിക്കാനും വേണ്ടിയിട്ടല്ലടേ മരങ്ങോടത്തി ഞാൻ പറഞ്ഞത്. അവൾക്ക് നല്ല നിരീക്ഷണ ബുദ്ധിയുണ്ട്, കലാവാസനയുണ്ട്, കുലമഹിമയുണ്ട്. കൊച്ചാണെങ്കിലും കാണുന്നത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ആ ശ്രമമാണ് ആണായാലും പെണ്ണായാലും അത്യാവശ്യം. അതിലേൽ തീർന്നുമില്ല. ചില പെൺകുട്ടികൾ ആൺകുട്ടി ജനിക്കുന്ന സമയത്ത് ജനനം. അങ്ങനെയുള്ള പെൺകുട്ടികൾ ആൺകുട്ടിയുടെ ഫലം ചെയ്യുന്ന ശാസ്ത്രം. ഭാർഗവി വല്യമ്മച്ചിയും അന്ന് കൊച്ചുമകളെ തലോടെ പ്രകീർത്തിച്ചു. എൻ്റെ തുളസിമോളം എടുക്കുക. വാസുവിൻ്റെ അച്ഛൻ്റെ തനിച്ചായ അവൾ. തൃക്കണ്ടിയൂർ കോവിലകത്ത് തമ്പുരാൻ പട്ടും വളയും കൊടുത്തിട്ടുള്ള വാസുവിൻ്റെ അച്ഛൻ. എന്തിനെന്നാ? ഒരൊറ്റ തടിമേൽ കൈകൊണ്ട് തുളച്ചു കുത്തി കടഞ്ഞ് ചങ്ങലയുണ്ടാക്കി അതിന്മേൽ കട്ടിലിട്ടു. ഊഞ്ഞാല് കട്ടിൽ, 1-ാം തരം തേക്ക് തടയിൽ. കൈക്കഴുകൊണ്ട് തൊടത്തില്ലായിരുന്നു തമ്പുരാൻ പോലും. തൃക്കണ്ടിയൂർ ചെന്നാൽ കാണാം.
ഇപ്പോഴും അതുണ്ടെന്നാണ് പറയുന്നത്. ആ പാരമ്പര്യസിദ്ധി ആണായാലും പെണ്ണായാലും തലമുറയ്ക്ക് കിട്ടാണ്ടിരിക്കുമോ? ഇതാ ഇപ്പം നന്നായേ. പെണ്ണിന് കിട്ടിയിട്ട് എന്താന്ന് പുണ്യം, അമ്മ പറഞ്ഞു. മൂത്ത കുട്ടി ആണായിട്ട് ജനിച്ചാലേ ആശാരിക്ക് കൂട്ടാവും, പ്രയോജനവും. വയ്യാണ്ടിരിക്കുമ്പോൾ ഒരു തച്ച് കാശ് കൊണ്ടുവന്ന അരി മേടിക്കാൻ ഒതുകൂലേ? അതാണ് അമ്മാളും അങ്ങനെ പറഞ്ഞത്. തുളസി പെണ്ണായി പിറന്നതിൽ അമ്മാളുവിന് തെല്ല് ദുഃഖവും ഇല്ലാതില്ല. ശിവാനന്ദൻ രാജനെയും കൊണ്ട് പണിസ്ഥലത്ത് വരുമ്പോൾ വാസുവാശാരി അത് തോന്നായികയില്ല. പക്ഷെ എന്തു ചെയ്യും? ചെറുപ്പത്തിൽ സ്റ്റൂളുണ്ടാക്കുകയും ഉളി തേക്കുകയും മുഴക്കോലെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വളർന്നപ്പോൾ തുളസി അതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, താല്പര്യം എടുത്തിട്ടുമില്ല. അച്ഛൻ പണിയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടവൾ. അച്ഛൻ ചെയ്യുന്ന തരത്തിൽ കോൽക്കണക്കും അങ്കുലക്കണക്കും കുറച്ചൊക്കെ അറിയാമെങ്കിലും പണിയിൽ പിന്നെ താല്പര്യപ്പെട്ടില്ല അവൾ. പിന്നെ ഇപ്പോൾ ചെയ്യുന്നതോ? ഇത് ജീവിത പ്രശ്നമാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അച്ഛന് വേണ്ടി വാങ്ങാനുള്ള മരുന്നിൻ്റെ കുറിപ്പ് അമ്മാളെ തുളസിയുടെ കയ്യിൽ കൊടുത്തു. 116 രൂപയാണ് ആ ഇഞ്ചക്ഷനുള്ള മരുന്നിൻ്റെ വില. തുളസി കുറിപ്പുമായിട്ട് തിരികെ പോന്നു. പണയം വെക്കാനിന് സ്വർണ്ണമില്ല. കടം വാങ്ങാൻ അവൾക്കറിയില്ല, ആരോടും ചോദിക്കാനുമില്ല. വാസുവാശാരി ഹോസ്പിറ്റലാണെന്ന് അറിയുന്നതിനാവാം എല്ലാവരും കൈമലർത്തുന്നു. തിരികെ കിട്ടുമോ എന്ന് സംശയിച്ചിട്ടാവാം. മരുന്ന് വാങ്ങുക മാത്രമല്ല പ്രശ്നം, വീട്ടിലെ കാര്യങ്ങളും പ്രശ്നമാണ്. ആർക്കും ഇല്ലെങ്കിലും 80 കഴിഞ്ഞ അമ്മച്ചിക്ക് നേരത്തിന് ആഹാരം കൊടുക്കണമല്ലോ. അതിനൊരു വഴി തുളസിക്ക് മുമ്പിലൊന്നുമില്ല. BA വരെ പഠിച്ചു, അതിനിതൊക്കെ ഒരു ജോലിയും കിട്ടിയിട്ടില്ല. എത്ര അപേക്ഷ അയച്ചു, ഇൻ്റർവ്യൂവിന് പോയി, പഠിച്ചു പോയില്ലേ. കൂലിപ്പണിക്ക് പോകാൻ അത് തടസ്സമാണ്. ഇന്നേ വരെ ഒരു കാര്യത്തിന് വാസുവാശാരി ഭാര്യയോ മക്കളെയോ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അറിയിച്ചിട്ടുമില്ല. ഒരു തരത്തിലും തുളസിയെ വട്ടത്തിലാക്കിയിരിക്കുന്നത് അതുതന്നെയാണ്. എന്തു ചെയ്യണം, എങ്ങോട്ട് തിരിയണം, എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാത്ത അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മുമ്പിലാണ് വാസുവാശാരിയുടെ പണിസ്ഥലം അവൾക്ക് മുമ്പിൽ വാതിലായിട്ട് തുറന്നത്. മുൻകൂട്ടി ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുമല്ല. പെട്ടെന്ന് തോന്നി. കുഞ്ഞുനാളിലെ കിട്ടിയ അഭിരുചിയാണോ, വല്യമ്മച്ചി പറയുന്നത് പോലെ പാരമ്പര്യമാണോ അറിയില്ല. തുളസിയുടെ കയ്യിലെ ഉളിയും കൊട്ടുവടിയും ചിന്തേരും ഒക്കെ വഴങ്ങിക്കൊടുത്തു. വീട്ടിൽ കിടന്നിരുന്ന ഒരു സ്റ്റൂളെടുത്ത് തുളസി അതിൻ്റെ അളവ് സ്കെയിലിലെടുത്തു. മുഴക്കോല് മാറ്റിയിട്ട് അവൾ ആ അളവ് തന്നെ ചിന്തേരിട്ടു. മിനുസപ്പെടുത്തിയ ചട്ടത്തിൽ കുറിച്ച് അളവൊപ്പിച്ചു. എന്നിട്ട് മുറിച്ചു. ചട്ടത്തിൻ്റെ ആവശ്യത്തിന് പൊടികളിട്ടിട്ട് കൂട്ടിച്ചേർത്തു. ആണിയടിച്ചു. പലകയും മുറിച്ചിട്ട് കൂട്ടി ഉരുമിയെടുത്തു. മിനുസം പോരാ, അത്ര ശരിയായിട്ടുമില്ല. എങ്കിലും ഒരാൾക്കിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മച്ചി ആ സ്റ്റൂളിൽ കയറിയിരുന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. 5 മണിയായപ്പോഴേക്കും തുളസി അത്തരത്തിൽ 2 സ്റ്റൂളുകൾ തീർത്തു. വല്യമ്മച്ചി അതിലും കയറിയിരുന്നു. തുളസി സ്റ്റൂളും വീണ്ടും പത്രക്കടലാസിൽ പൊതിഞ്ഞു. ഇതെന്തിനാ പെണ്ണേ, നീ ഇതെവിടെ പൊതിയുന്നത്? വല്യമ്മച്ചി അമ്പരന്ന് പോയി. ഷാജി സ്കൂളിൽ പോയിട്ട് വന്നില്ല. ദീപ കോളേജിൽ പോയിരുന്നില്ല. അവളും അമ്പരന്ന് തുളസിക്കരികിലെത്തി. ചേച്ചി ഇതുമായിട്ട് അങ്ങോട്ടാ? തുളസി പുഞ്ചിരിച്ചു. പണി കഴിഞ്ഞ് എഴുന്നേറ്റപാടെയായിരുന്നു അവൾ. ദേഹം നിറയെ ചിന്തേരിൻ്റെ പൊടിയും ചീളും. മുടിയിൽ വരെ ആ പൊടിയുണ്ട്, വേർത്തിട്ടുണ്ട്. ഉച്ചവരെ പണി ചെയ്തിട്ടും ഉച്ച കഴിഞ്ഞും തുളസി പണിപ്പുരയിലേക്ക് മടങ്ങുകയായിരുന്നു. പറയ് ചേച്ചി, സ്റ്റൂളായിട്ട് എങ്ങോട്ടാ? കവലയിൽ ചായക്കടയിലേക്ക്, തുളസി പറഞ്ഞു. ചായക്കടയിലേക്കോ? ഇത് അങ്ങേർക്ക് വേണ്ടി സ്റ്റൂള് പണിയാൻ അച്ഛൻ കൊണ്ടുവന്നിട്ടിരുന്ന തടിയാ. പണിത് കൊടുത്താൽ കൂലി കിട്ടുമെന്ന് അന്നേ അച്ഛൻ പറഞ്ഞതാണ്. അതിന് ഇന്നിപ്പോൾ പണി തീർന്നില്ലേ? കൊണ്ടുപോയി കൊടുത്താൽ കാശ് കിട്ടില്ലേ? ദീപസ്തബ്ധയായി നിന്ന് ചേച്ചിയെ നോക്കി. വല്യമ്മച്ചിക്ക് കരച്ചിൽ വന്നു. വെറുതെ 2 സ്റ്റൂളുണ്ടാക്കിയെന്നേ ഇരുവരും കരുതിയിരുന്നുള്ളൂ. ചേച്ചി ഇതുമായിട്ട് ചായക്കടയിൽ പോകാനോ? ദേവയ്ക്ക് അത് വിഷമമായി. അല്ലാതെ പിന്നെ ആരാ ദീപയെ പോകാൻ? ഷാജി വരട്ടെ, അവൻ്റെ കയ്യിൽ കൊടുക്കാം, ദീപ പറഞ്ഞു. വഴിയിലുള്ള പട്ടിയോടും പൂച്ചയോടും പോലും കുശലം പറഞ്ഞ് അവനിങ്ങെത്തുമ്പോൾ ഒരു നേരാവും. അത് പോരാ, ഇത് കൊടുത്ത് പണം വാങ്ങണം. അത്യാവശ്യം അരിയും സാധനങ്ങളും വേണം. ബാക്കി പണം കൊണ്ട് മരുന്ന് വാങ്ങണം. ഇന്ന് രാവിലെ മരുന്നില്ലാത്തതിനാൽ അച്ഛൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. ദീപ തേങ്ങിപ്പോയി. നെഞ്ചിൽ കൈവച്ച് തേങ്ങുകയായിരുന്നു വല്യമ്മച്ചി. എൻ്റെ ദൈവങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ, അവർക്ക് സമാധാനം കൊടുക്കണേ, അമ്മച്ചി മേൽപോട്ട് നോക്കി പ്രാർത്ഥിച്ചു. തുളസി ആറ്റുകടവിലേക്ക് നീന്തി തുടിച്ച് കുളിച്ചു. ഉത്സാഹത്തോടെ അവൾ കരയിലേക്ക് കയറി. തോർത്തി വീട്ടിനുള്ളിൽ കടന്നു നിന്ന് ഈറം മാറ്റി. ആ ചുരിദാർ എടുത്ത് ധരിച്ചു. കഴിഞ്ഞ ഓണത്തിന് വാസുവാശാരി വാങ്ങിയതാണ്. ഉത്സാഹിയായിരുന്നു അവൾ. എന്തോ ചെയ്ത സംതൃപ്തി ഉണ്ടായിരുന്നു ആ മുഖത്ത്. കണ്ണുകൾക്കൊരു തിളക്കം. ലേശം പൗഡർ മൂത്തിട്ട് കണ്ണെഴുതി. ഒരു ചാന്തുപൊട്ട് തൊട്ടു. ദീപ അടുക്കളയിൽ നിന്നും കഞ്ഞിയുണ്ടാക്കിയിരുന്നു, ചമ്മന്തിയും.
അതൊരു പാത്രത്തിലാക്കി അവൾ കൊണ്ടുവന്നു. തുളസി ആ കഞ്ഞിയടങ്ങിയ തൂക്കുപാത്രം കയ്യിലെടുത്തു. സ്റ്റൂളുകൾ രണ്ടും കൂട്ടിക്കെട്ടി മറുകയിലെടുത്തു. ചെറിയതായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. വല്യമ്മച്ചി കൊച്ചുമകളെ സഹതാപത്തോടെ നോക്കി. വിവാഹിതയായ ഭർത്താവിനോടൊപ്പം ഈ മുറ്റത്ത് വരേണ്ട പെണ്ണ് അവളിതാ സ്റ്റൂളും ചുമന്നുകൊണ്ട് പോകുന്നു. പെണ്ണുണ്ടാക്കിയ സ്റ്റൂളും ചേച്ചിയുടെ പോക്കും രണ്ടും വിശ്വസിക്കാനാവാതെ ദീപ നിന്നു, അത്യന്തം അനുതാപത്തോടെ. എങ്ങനെ കഴിയും ഈ വീട്? കോളേജിൽ പോകണ്ട എന്ന് താൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരമായോ? അച്ഛൻ അനക്കമില്ല. അച്ഛനെ ശുശ്രൂഷിക്കാനായി അമ്മ അവിടെ തന്നെ. ഒന്നും അറിയാത്ത താനോ ചേച്ചിയോ എന്തു ചെയ്യാനാണ്? അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോവും? പാലത്തിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ ആലയിലിരുന്ന് കത്തി പഴുപ്പിച്ച് മൂർച്ച കൂട്ടാൻ ആഞ്ഞടിക്കുന്ന തങ്ക വിളിച്ചു പറഞ്ഞു, എന്തോ നാടേ തുളസി, നിൻ്റെ കയ്യിലൊരു വലിയ പൊതിക്കെട്ട്. 2 സ്റ്റൂളോ തങ്കെടുത്തി. തുളസി ഒന്നും സംഭവിക്കാത്തതുപോലെ പറഞ്ഞു. സ്റ്റൂളോ? അതെന്തിനാ? അക്കരെ ചായക്കടയിൽ കൊടുക്കാനേ. നേരത്തെ പറഞ്ഞിരുന്ന തങ്കെടുത്തി ആ കുമാരേട്ടൻ 2 സ്റ്റൂളിന്. നേരത്തെ പറഞ്ഞിരുന്നാണെന്ന് വെച്ചിപ്പോൾ അവിടെ ആരാ സ്റ്റൂളുണ്ടാക്കിയേ? പ്രകാശം പോയില്ലേ? ഞാനുണ്ടാക്കിയതാ തങ്കെടുത്തി. നീയോ? തങ്ക ചിരിച്ചു. നല്ല കഥയായി. തുളസി തമാശ പറഞ്ഞതാണെന്നാണ് തങ്ക കരുതിയത്. തുളസി തിരുത്താൻ നിന്നില്ല. സ്റ്റെപ്പ് കയറി പാലത്തിൻ്റെ മുകളിലെത്തി നേരെ അക്കരയ്ക്ക് കടന്നു. 1-ാം കരയിലെ ഒരു ചെറിയ സിറ്റിയാണ്. ചെറിയ സിറ്റിയിലാണെങ്കിൽ അത്യാവശ്യം വേണ്ടുന്നതെല്ലാം അവിടെയുണ്ട്. ഒരു ചെറിയ നഴ്സിംഗ് ഹോം മുതൽ ബാർബർ ഷോപ്പ് വരെ പലചരക്ക് കടയും ഹോട്ടലും ഉണ്ട്. കുമാരൻ്റെ ചായക്കട സിറ്റിയിൽ നിന്നും അരഫാറിലും നീങ്ങിയാണ്. നല്ല രുചികരമായ വിഭവങ്ങൾ. കുമാരൻ്റെ ഭാര്യയാണ് പാചകക്കാരിലും മെയിൻ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. രാവിലെ കാപ്പി സമയത്ത് കുമാരൻ്റെ കടയിലേക്കാണ് ഇടിച്ചു കയറ്റം. ഇരിപ്പിടം പോരെന്ന് കുമാരന് തോന്നാൻ അതാണ് കാരണം. അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. വാസു ആശാരി പെരപ്പണിക്കിടയിൽ വീണ് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ കുമാരന് തോന്നിയിരുന്നു ഉടനെ ഒന്നും സ്റ്റൂൾ ഇനി കിട്ടില്ലെന്ന്. ആ പ്രതീക്ഷയും വിട്ടു. അപ്പോഴാണ് തുളസി ചായക്കടയിലെ വാതിക്കലേക്ക് എത്തിയത്. ചോറ്റുപാത്രം താഴെ വെച്ചിട്ട് കൊണ്ടുവന്ന പൊതി തുളസി അഴിച്ചു. 2 സ്റ്റൂളുകൾ എടുത്തവൾ കടയ്ക്കുള്ളിലേക്ക് വെച്ചു. കുമാരൻ ആ സ്റ്റൂളുകൾ കണ്ടു. കുമാരൻ തുളസിയൊന്ന് നോക്കിയിട്ട് സ്റ്റൂളിൻ്റെ അരികിലേക്ക് വന്നു. സ്റ്റൂൾ എടുത്തു നോക്കി തിരിച്ചും മറിച്ചും കണ്ണടച്ച് തുറന്നു നോക്കി. വാസുപ്പണിക്കർ ഉണ്ടാക്കി വെച്ചിരുന്നാണോ? കുമാരൻ ചോദിച്ചു. അതെ, തുളസി പറഞ്ഞു. എന്നിട്ടിതിന് ഫിനിഷിംഗ് പോരല്ലോ? കുമാരൻ തുളസിയെ നോക്കി. തുളസി പരുങ്ങലോടെ മുഖം കുനിച്ചു. പണിക്കൻ്റെ മരുമോൻ ചെക്കൻ ഉണ്ടാക്കിയതല്ലേ? തുളസി അതേ എന്ന സ്ഥലത്ത് തലയാട്ടി. അവൻ സ്ഥലത്തില്ലല്ലോ കൊച്ചേ. പോയില്ലേ? പ്രകാശനല്ല, ഞാനാ ഉണ്ടാക്കിയത്, തുളസി പറഞ്ഞു. കൊച്ചെന്തിനാ ദേഷ്യപ്പെടുന്നത്? കുമാരൻ നെറ്റി വിളിച്ചു. ഞാനുണ്ടാക്കിയതാണെന്ന് തുളസി പറഞ്ഞത് വിപരീത അർത്ഥത്തിൽ. ദേഷ്യപ്പെട്ടതാണെന്നാണ് അയാൾ കരുതിയത്. ചെക്കൻ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ? കുമാരൻ പറഞ്ഞു. പണി കണ്ടാലറിയാം, ചെക്കന് പണിക്ക് മരുങ്ങില്ല. പണിക്കൻ്റെ കൈമനസ്സുമല്ല. ഇതെടുത്തുകൊണ്ട് പണം താ, അച്ഛന് മരുന്ന് വാങ്ങാനാണ്, തുളസി പറഞ്ഞു. എത്രയാ മൊത്തം? കുമാരൻ സ്റ്റൂള് അകത്തേക്ക് നീക്കി വെച്ചു. തുളസി വെട്ടിലായി. സ്റ്റൂളുണ്ടാക്കിക്കൊണ്ടുവന്ന് എത്ര രൂപയാണ് ചോദിക്കേണ്ടത്? അതറിയില്ല അവൾക്ക്. തടിവിലയോ തച്ചിൻ്റെ കണക്കോ അറിയില്ല. അവൾ കണക്കൂട്ടി. 116 രൂപ മരുന്നിൻ്റെ ആവശ്യം. വീട്ടു സാധനങ്ങളും വാങ്ങണം. ആശുപത്രിയിൽ നിൽക്കുന്ന അമ്മയുടെ കയ്യിലും അല്പം രൂപ കൊടുക്കണം. എല്ലാം കൂടി കണക്കൂട്ടിയാലോ? 250 രൂപ വേണം, തുളസി പറഞ്ഞു. 250 രൂപയോ? കുമാരൻ സ്റ്റൂളുകളെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. വില തട്ടപ്പെടുത്താൻ. കാശുണ്ടേ കൊടിയേട്ടാ, ചായ കുടിക്കാനെത്തിയ വർക്കി പറഞ്ഞു. ആ പണിക്കന് മരുന്ന് മേടിക്കാനല്ലേ? കൂടുതലാണെങ്കിലും പണിക്കർ പിന്നെ തന്നു വീട്ടോടോ. കുമാരൻ തർക്കിച്ചില്ല. മേശയുടെ ഡ്രോ വലിച്ചു തുറന്ന് 250 രൂപ എടുത്ത് നീട്ടി. തുളസി അത് വാങ്ങി കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഇത് എൻ്റെ അധ്വാന ഫലമാണ്, കടം വാങ്ങിയതല്ല, വിയർപ്പിൻ്റെ വില. തുളസിക്ക് സന്തോഷം കൊണ്ട് ഉള്ളു പൊട്ടുന്നത് പോലെ വീർപ്പ് മുട്ടി. 23-ാം വയസ്സിനുള്ളിൽ താൻ അധ്വാനിച്ച് ആദ്യമുണ്ടാക്കിയ പണം തുളസി തൂക്കുപാത്രം കൊണ്ട് നടന്നു. 250 രൂപയ്ക്ക് അടിച്ച കോളായിപ്പോയടാ തനിക്ക്, വർക്കി കുമാരനോട് പറഞ്ഞു. എന്താണിപ്പോൾ തച്ചെന്ന് തനിക്കറിയാവോ? 200 രൂപ അതിൽ കൂടുതലുമാണ്. ആ കണക്കിന് തടിവില പിന്നെ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. 100-500 രൂപ കൊടുത്താലും നഷ്ടം പറയാനില്ല. നല്ല ഉരുപ്പടിയല്ലേ അത്? അത് പിന്നെ എനിക്കറിയരുതോ? കുമാരൻ പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ വേണ്ടേ? തനിക്ക് ആ ടൗണിൽ ചെന്ന് 3-4 പ്ലാസ്റ്റിക് സ്റ്റൂൾ മേടിക്കാൻ മേലേടാ. 100-125 രൂപയാകത്തുള്ളൂ. ദാണ്ടേ മേടിക്കാണ്ടാണോ? വില കുറവാണെങ്കിലും ഈട് കുറവാണ്. ദാ കിടക്കണോ. ഒരാളൊന്ന് കയറി നിന്നു പോയാൽ പൊത്തേന്ന് മറിഞ്ഞ് താഴെ കൊലയും കൊണ്ട് ഞാൻ 2 തവണ വീണു.
അതോടെ അതിൻ്റെ കൈയും പോയി കാലും പോയി. മുകളിൽ നിന്ന് എന്ത് വന്നു വീണതാ? പൊട്ടിപ്പോയി. കുമാരൻ മൂലയ്ക്ക് മാറ്റിയിട്ടിരുന്ന് പൊട്ടിയ നീല നിറത്തിലുള്ള പ്ലാസ്റ്റിക് സ്റ്റൂള് ചൂണ്ടിക്കാട്ടി. ദാ ഈട് നിൽക്കണേ എന്നും തടി തന്നെയാണ് വേണ്ടത്. അത് വേണേ കാശ് കൊടുക്കണം, വർക്കി പറഞ്ഞു. കുമാരൻ തലകുലുക്കി. വാസു ആശാരി ഒന്നാന്തരം പണിക്കാരനായിരുന്നു. അയാളിന് എഴുന്നേൽക്കോ ആവോ? നട്ടലിന് പൊട്ടലുണ്ടെന്നാണ് കേട്ടത്. മൂത്ത പെങ്കൊച്ചാണ് ഇപ്പോൾ പോയത്. ഒരാൺകൊച്ചായിരുന്നാൽ ഇപ്പോൾ പണിക്കിന് ഒതുങ്ങിയേനെ. കാര്യങ്ങൾ വല്ലാതെ കഷ്ടത്തിലായി കാണുമല്ലേ? ആരുണ്ട് പണിക്കനെ സഹായിക്കാൻ? ഓ, ആരുണ്ടാകാനാ? ആ ദാമുപ്പണിക്കർ വാസുപ്പണിക്കരെ പോലെയല്ല. ആളത്ര ശരിയല്ല. ഈ പെങ്കൊച്ചിനെ ഉറപ്പിച്ച ചെറുക്കനെ പിടിച്ചെടുത്തുകൊണ്ട് അയാളെ മകളെ കെട്ടിച്ചു കൊടുത്ത വിദ്വാനായ അയാൾ സഹായിക്കോ പിന്നെ? വാസുവാശാരി കടയിലെ ചർച്ചയാകുകയായിരുന്നു. തുളസി ആദ്യം വന്ന ബസ്സിൽ തന്നെ കയറി മെഡിക്കൽ കോളേജിലേക്ക് പോയി. അച്ഛനെ മരുന്ന് വാങ്ങി വരുമ്പോൾ അരിയും മറ്റും സാധനങ്ങളും വാങ്ങാം. രാവിലെ തന്നെ മരുന്ന് എത്തിക്കാതിരുന്നതിന് ഡോക്ടർ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും. അമ്മയ്ക്കറിയാം താൻ മനഃപൂർവ്വം എത്താതിരിക്കില്ലെന്ന്. പാവം അമ്മയോ ഡോക്ടറുടെ കണ്ണിലെ കുറ്റക്കാരി. തുളസി മെഡിക്കൽ കോളേജിലെ വളപ്പിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങി. ബാക്കി പണവും പേഴ്സണലിൽ തിരുകി കഞ്ഞിയും മരുന്നുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി. 6 മണിക്ക് മുമ്പായതിനാൽ പാസിൻ്റെ ആവശ്യമില്ല. മരുന്നുള്ള പണം എവിടെ നിന്നാണ് എന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയും? തൽക്കാലം സത്യം അമ്മ അറിയണ്ട. അമ്മ വിഷമിക്കും. അല്ലെങ്കിൽ തന്നെ വേദനയുടെ നടുവിലാണമ്മ. ഇനി അത് ഇരട്ടിപ്പിക്കണ്ട. കടം വാങ്ങിയതാണെന്ന് പറയാം. അച്ഛൻ കൂടി വന്നിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരു തമാശയായിട്ട് താൻ സ്റ്റൂള് പണിതുണ്ടാക്കിയ ചരിത്രം പറയാം. അച്ഛൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കും, സന്തോഷിക്കും. തുളസി വാർഡിൻ്റെ വാതിക്കലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോഴാണ് അമ്മാളുവിൻ്റെ നിലവിളി പെട്ടെന്ന് വരുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, എന്നെയും കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോവുകയാണോ? തുളസി ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അച്ഛൻ്റെ ബെഡിനരികിൽ നിന്നും 2 ഡോക്ടർമാർ, നഴ്സുമാർ ഓക്സിജൻ സിലിണ്ടർ മുഖത്തു നിന്ന് ഓക്സിജൻ മാസ്ക് മാറ്റുന്നു. ശക്തമായ ഒരു നടുക്കത്തിൻ്റെ കയത്തിലേക്ക് കൂപ്പുകുത്തി വീഴവേ തുളസി കണ്ടു അച്ഛൻ്റെ മുഖത്തേക്ക് തുണി വലിച്ചിട്ട് മൂടുന്ന ഡോക്ടറുടെ കൈകൾ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നു. സാധാരണ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെയല്ല ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള കോപ്പിറൈറ്റല്ല, റീയൂസർ കണ്ടൻറ് സ്ട്രൈറ്റ്, അതേപോലെ ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. വീണ്ടും നാളെ ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നമുക്ക് കാണാം. ഒത്തിരി സ്നേഹത്തോടെ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.